ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. ഇപ്പോഴതിന് സമയമായിരിക്കുന്നു. കാരണം ഞാനൊരു 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ജങ്ക് ഫുഡ് തീറ്റയായിരുന്നു. ഒരു ജങ്കിണി കുട്ടിയായി. കിട്ടുന്നതെല്ലാം തിന്നാ, സ്വീറ്റ്സ് തിന്നാ. ഇടയ്ക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ട് കേട്ടോ. എൻജോയ് ചെയ്യണമല്ലോ കുറച്ച്. അത് കഴിഞ്ഞ് കുറ്റബോധം അടിച്ചിട്ട് പിന്നെ നേരെ ബാക്ക് ടു നോർമൽ ട്രാക്ക്. അതായത് ഞാൻ എൻ്റെ റൂട്ടീൻ ഒന്ന് റീസെറ്റ് ചെയ്യും. ഇപ്പം ആ ഫേസ് നടന്നുകൊണ്ടിരിക്കുക. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ചെറുപയർ മുളപ്പിച്ചതും 3 മുട്ടയും കുക്കുംബറും പഴമൊക്കെയാണ് കഴിക്കട്ടെ, കുഞ്ഞിപ്പഴം. ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല വിശപ്പ്. ഞങ്ങളൊരു ഓട്സ് ഉണ്ടാക്കാൻ പോകാം. നല്ല സൂപ്പർ ഹെൽത്തി ഓട്സ്. ഓക്കെ, പ്രോട്ടീൻ, omega-3 ഫാറ്റി ആസിഡ്സ്, സ്കിന്നിന് നല്ലതാണ്. അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഓട്സ് നമുക്ക് ഉണ്ടാക്കിയല്ലോ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് കാണിച്ചു തരാം. എന്തൊക്കെയോ കോപ്രായങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു കുഞ്ഞി പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, പൊട്ടാസ്യത്തിന് നല്ലതാണ്. പിന്നെ ബദാം ഞാൻ കത്തി കൊണ്ട് മുറിച്ചു. 2 വാൾനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്രാൻബെറി ഡ്രൈഡാണ്, വേണമെങ്കിൽ മതി. പിസ്ത, കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെന്താ വേണ്ടേ? ഓട്സും പാലും, ബ്ലൂബെറി, പിന്നെ ആപ്പിൾ. കയ്യിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചോ, നമുക്ക് ആക്കാം. ഞാനിപ്പോൾ ആക്ച്വലി കുറേ ഹെൽത്തി സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു ഗ്ലോ ഡ്രിങ്ക് കുടിച്ചു. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ടിടാം. അത് ആക്ച്വലി കുടിച്ചപ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ഒക്കെ ആയിട്ട് തോന്നി. പിന്നെ പറഞ്ഞുതരാം. വിദഗ്ധമായും ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പഴം ചോപ്പ്. 2 വൈൽഡ് കാർഡ് എൻട്രികളുണ്ട്. എനിക്ക് പച്ച ഒരു 5-6 ബ്ലൂബെറി കൊണ്ട് തന്നിട്ടുണ്ട്. ബ്ലൂബെറി ഇതൊക്കെ നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ആണ്, നമ്മുടെ ഡേറ്റ്സും ബനാന എല്ലാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡേറ്റ്സ് ഇട്ടു. ഇനി കുറച്ച് പിസ്റ്റാഷ്യോസ്, പീനട്ട്, ക്രാൻബെറി, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ബദാം, വാൾനട്ട് ഇങ്ങനെ പൊട്ടിച്ചു. നെക്സ്റ്റ് വൺ, കുറച്ച് തേൻ ഒഴിക്കാം കേട്ടോ. നാച്ചുറൽ ഹണി. ഇനി നമ്മുടെ ചിയ സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ്. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടൊക്കെ കഴിക്കുന്നവർക്ക് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സൊക്കെ ആദ്യം ഒഴിച്ചിട്ട് ബാക്കി ഇപ്പം നമ്മൾ ഇട്ടിട്ടുള്ള ടോപ്പിങ്സ് ഇല്ലേ, അതൊക്കെ അങ്ങനെ നല്ല രസമായിട്ട് മുകളിൽ ടോപ്പിംഗ് ചെയ്ത് ഭംഗിയിൽ കഴിക്കാം. ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു കുട്ടിയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, കാണിക്കട്ടെ. സോ ഇതാണ് നമ്മളുടെ ഹെൽത്തി ഓട്സ്. ഇത് ഭയങ്കര യമ്മി ആയിരിക്കും. കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ഉണ്ടാവും. കുറേ ഇങ്ങനെ ജങ്കൊക്കെ അടിച്ച് കഴിഞ്ഞ് കുറ്റബോധം വന്നിരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കഴിച്ച് നോക്കുക. ചെറുതായി വർക്കൗട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ തന്നെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. അത് കിട്ടണം. നമ്മുടെ പഴവും ഡേറ്റ്സും വരണം, എന്നാലേ മധുരം കിട്ടത്തുള്ളൂ. യമ്മി ആൻഡ് ഡെലീഷ്യസോ.